തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ DGPക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നു. പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഭാരവാഹികളാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നതിനായി നടത്തിയ നീക്കമായിരുന്നു ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി തള്ളിയിരുന്നു. അതേസമയം അടിസ്ഥാനരഹിതമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രതിപക്ഷവും പ്രതികരിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് MR അജിത് കുമാർ കൈമാറിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെ പേരെടുത്ത് വിമർശിച്ചാണ് അജിത് കുമാർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ നടത്തിയ നീക്കമായിരുന്നു പൂരം അലങ്കോലപ്പെടുത്തലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനാണ് പൂരം അലങ്കോലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെയും സംസ്ഥാനത്തെ RSSന്റെ പ്രമുഖ നേതാവിന്റെയും പേരുകൾ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ച് തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും പോലീസ് നടത്തിയത് നിയമപരമായ ഇടപെടലുകൾ മാത്രമാണെന്നും പറയുന്ന റിപ്പോർട്ട് നേരത്തെ DGP തള്ളിയിരുന്നു. അതേസമയം പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം നടക്കുകയാണ്. ADGP MR അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിലടക്കമാണ് അന്വേഷണം നടക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.